മാർക്കറ്റിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഇൻഷുറൻസ് പോളിസി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി സെക്യൂർ ആണെന്ന് വിചാരിക്കുന്നത് തികച്ചും തെറ്റാണ്. ഓൾസോ കുറേ ആൾക്കാരുണ്ട് ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ലോവസ്റ്റ് പ്രീമിയം ഒക്കെ നോക്കിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പേരിന് മേടിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ആ കമ്പനീന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇൻഷുറർ പൈസ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പോളിസിനെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. സോ HDFCന്റെ ലൈഫ് ടു ക്ലിക്ക് പ്രൊട്ടക്ട് പ്ലാനും അതുപോലെ തന്നെ ആക്സിസ് മാക്സ് ലൈഫിന്റെ പ്ലാനും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് വെച്ച് തുടങ്ങാം. HDFCന്റെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വരുന്നത് 99.5%, അതുപോലെ ആക്സിസ് മാക്സ് ലൈഫിന് നോക്കുകയാണെങ്കിൽ അത് 99.65% പിന്നെ സോൾവൻസി റേഷ്യോ എന്ന് വെച്ചാൽ ഒരു ക്രൈസിസ് സമയത്ത് കമ്പനീന്റെ പേ ഔട്ടിന്റെ എബിലിറ്റി നോക്കുന്ന സമയത്ത് HDFCക്ക് അത് 187%, ആക്സിസിന് അത് 172% കാണിക്കുന്നത്. പിന്നെ കസ്റ്റമർ സർവീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ HDFCന്റെ കസ്റ്റമർ സർവീസ് 0.01% കംപ്ലൈന്റ് റേഷ്യോ വരുന്നുള്ളൂ. നേരെ പക്ഷേ ആക്സിസിന്റെ നോക്കുകയാണെങ്കിൽ 0.04% ആണ് വരുന്നത്. പിന്നെ രണ്ട് പ്ലാൻസിനും സിമിലർ ആയിട്ടുള്ള പേയ്മെന്റ് ടേംസ് ആണ് വരുന്നത്. ലൈക്ക് നമുക്ക് അപ് ടു 5, 10 അല്ലെങ്കിൽ 15 ഇയേഴ്സ് വരെ അടയ്ക്കുന്ന സ്കീമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് 60 വയസ്സാവുന്നവരെ അടയ്ക്കുന്ന ഒരു സ്കീമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മന്ത്ലി, ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി അടയ്ക്കുന്ന സ്കീമും അവരുടെ പ്ലാൻസിൽ അവൈലബിൾ ആണ്. പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ HDFCയിൽ നമുക്ക് 60 ക്രിട്ടിക്കൽ ഇൽനെസ് വരെ കവറേജ് കിട്ടും. അതും അപ് ടു 1.5 CR എന്ന് വെച്ചാൽ 1.5 കോടി രൂപ വരെ. ആക്സിസിലാണെങ്കിൽ 64 ഇൽനെസ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ക്യാപിറ്റൽ പേ ഔട്ട് വരുന്നത് വെറും 50 ലക്ഷമാണ്. രണ്ടിൽ നമുക്ക് കവറേജ് 85 വയസ്സ് വരെ കിട്ടും. നമുക്ക് അതിന്റെ പ്രീമിയം കമ്പാരിസൺ നോക്കാം. ഒരു 30 വയസ്സായിട്ടുള്ള നോൺ സ്മോക്കറിന്റെ 40 കൊല്ലത്തെ ടേം പ്ലാൻ നോക്കുന്ന സമയത്ത് മെയിൽസിനാണെങ്കിൽ 19,365 19,365 ആണ് HDFCന്റെ വരുന്നതും. ആക്സിസിന്റെ 18,290 രൂപയാണ് കാണിക്കുന്നത്. സെയിം കണ്ടീഷനിൽ ഫീമെയിൽസ് നോക്കുകയാണെങ്കിൽ HDFCയിൽ 14,193 റുപ്പീസും ആക്സിസിലാണെങ്കിൽ 13,211 റുപ്പീസുമാണ് വരുന്നത്. ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ പ്രൈസ് ടാഗ് മാത്രമല്ല ബാക്കി അതിന്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കും. അതുപോലെ നിങ്ങൾക്ക് ആ പ്ലാന്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ആ പ്ലാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ പൈസ തിരിച്ചെടുക്കാനുള്ള രണ്ടിനും ഓപ്ഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ ഏർലി എക്സിറ്റ്. അപ്പൊ സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ ഇൽനെസ് കവറേജ് കൂടുതലും അതുപോലെ സോൾവൻസി റേറ്റ് കൂടുതലും ഉള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് HDFC ചൂസ് ചെയ്യാം. സെറ്റിൽമെന്റ് റേഷ്യോ കമ്പാരിറ്റീവ്ലി പ്രീമിയം എമൗണ്ട് കുറവ് നോക്കുകയാണെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ആ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.